ഹായ് ഹലോ, നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ പതിവ് പോലെ തന്നെ നമ്മൾ ജോലിയിലൊക്കെ തുടങ്ങാൻ പോവുകയാണ്. ലഞ്ചൊക്കെ കൊണ്ടുപോകണം എല്ലാവർക്കും. അപ്പോൾ ഇന്ന് രാമായണ മാസം തുടങ്ങുമല്ലേ, അപ്പോൾ വിളക്ക് കത്തിക്കുന്നതോടുകൂടി നമുക്ക് ഇന്നത്തെ ഒരു ദിവസം തുടങ്ങാം. ഇവിടെ എല്ലാ ദിവസവും വിളക്ക് രാവിലെ കത്തിക്കാറുണ്ട്. അച്ഛനാണ് രാവിലെ വിളക്ക് കത്തിക്കുന്നത്. പിന്നെ പതിവ് പോലെ ചായയൊക്കെ ഇട്ട് ചോറൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറുപയർ വേവിക്കാനായിട്ട് കുക്കറിനകത്താക്കി ഗ്യാസിലോട്ട് വെച്ചു. പിന്നെ ഇന്നലെ ഇഡ്ഡലിക്ക് വേണ്ടി മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉപ്പൊക്കെ ചേർത്തൊന്ന് കലക്കി റെഡിയാക്കി വെക്കുവാണേ. ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് രാത്രിയൊക്കെ നല്ല മഴയല്ലേ, അപ്പോൾ ഭയങ്കര തണുപ്പാണ്. ചില ദിവസങ്ങൾ രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര പാടാണ്. ഇന്ന് അതുപോലെ താമസിച്ചാണ് എണീറ്റത്. പിന്നെ ധൃതി പിടിച്ച് ജോലികൾ ഒതുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇഡ്ഡലി അങ്ങ് പുഴുങ്ങാനായിട്ട് ഗ്യാസിലോട്ട് വെക്കാം. ചെറുപയർ അപ്പോഴത്തേക്ക് വേവട്ടെ അവിടെ ഇരുന്ന്. ഇഡ്ഡലി തട്ടിൽ കുറച്ച് നല്ലെണ്ണ ഞാൻ തേച്ചിട്ടുണ്ട്. എന്നിട്ട് മാവ് കോരി ഒഴിക്കുമ്പോൾ ഇളക്കാൻ എളുപ്പമാവുമല്ലോ. പക്ഷേ ഞാൻ വെളിച്ചെണ്ണ തേച്ചിട്ടും നല്ലെണ്ണ തേച്ചിട്ടും അതിനകത്തുനിന്ന് ആ ഇഡ്ഡലി തട്ടിൽ നിന്ന് ഇത് നമ്മൾ വെന്ത് കഴിഞ്ഞ് ഇളക്കിയെടുക്കുമ്പം ഇളകി വരാൻ ഭയങ്കര പാടാണ്. എന്നിട്ട് പിന്നെ കുറച്ച് കൊഞ്ച് ഇന്നലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ചോറ് കൊണ്ടുപോകുന്നവർക്ക് വറുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടി കൊഞ്ചിനകത്ത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, മസാല, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട്, കുരുമുളകെല്ലാം ചേർത്ത് നന്നായിട്ട് പുരട്ടിയങ്ങ് വെച്ച്. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് പാനിലോട്ട് വെക്കണം. അപ്പോഴത്തേക്കും കുക്കറിനകത്തിരുന്ന് ചെറുപയർ വെന്തിട്ടുണ്ട്. അപ്പം ചില സമയത്ത് മേളിൽ ഇരിക്കുന്ന മാത്രമേ വേവത്തുള്ളൂ. അപ്പം ഞാൻ നോക്കുമായിരുന്നു അടിയിലോട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന്. ചില പയർ ഭയങ്കര കല്ല് പോലെ ഇരിക്കും. അപ്പം ചെറുപയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കൊഞ്ച് വറുക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് പാനിലോട്ട് അങ്ങ് വെച്ച്. അപ്പോൾ അതവിടെ ഇരുന്ന് പതുക്കെ കൊണ്ട് വറുത്ത് വരട്ടെ. ചെറുപയറെല്ലാം വെന്തിരിക്കുക. പിന്നെ അത് തോരൻ വെക്കണം. അതിനു വേണ്ടി തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് ഭാഗം ചമ്മന്തിക്കായിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി മിക്സിയുടെ ജാറിലോട്ടാക്കി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ജീരകപ്പൊടിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് അതൊന്ന് ചതച്ച് വെച്ച്. അപ്പോൾ ഇഡ്ഡലി വെന്തും എടുക്കുമ്പോഴത്തേക്ക് ആ അടുപ്പിൽ തോരൻ വെക്കാമല്ലോ. അപ്പോഴത്തേക്ക് സമയം അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. കാരണം ഇപ്പോൾ തന്നെ 7:20 എങ്ങാണ്ടായി. 7:45 ആകുമ്പോൾ പോകണം. അതിൻ്റെ അടുത്ത് മോളെയും കൂടെ കൊണ്ടുപോകണം ഏട്ടന് പോകുമ്പോഴേ. അപ്പോൾ അതിന് മുമ്പേ റെഡി ആവണം. അല്ലെങ്കിൽ പിന്നെ 1-ാം തീയതി ആയിട്ട് ചോറെടുക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ധൃതി പിടിച്ച് ചെയ്യുക. അപ്പോൾ ഈ സമയം നമ്മുടെ കൊഞ്ചിലേക്ക് കുറച്ച് സവാള ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊഞ്ചൊന്ന് പകുതി ഫ്രൈ ആകുമ്പം അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. അപ്പോൾ കൊഞ്ചൊത്തിരി അങ്ങ് മുരിച്ച് വറക്കണ്ട, ഒരു മീഡിയം ഫ്രൈ ആകുമ്പോഴത്തേക്കും ഈ സവാള അരിഞ്ഞതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ചെറിയ തീയിൽ അതവിടെ കിടന്നൊന്ന് വഴണ്ട് വരട്ടെ. കൊഞ്ച് ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചപ്പോൾ അതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു മസാലയ്ക്കകത്ത്. എങ്കിലും സവാളയും കൂടെ ചേർത്തപ്പോൾ അതിനകത്ത് ഇത്തിരി ഉപ്പ് കുറവായിട്ടുള്ള തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇഡ്ഡലി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ട് അതിലോട്ട് പയർ തോരൻ വെക്കാനായിട്ട് വെച്ച്. അപ്പോൾ പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്ത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വന്നപ്പം ഞാൻ നമ്മളെ തോരന് ചതച്ച് വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ, അത് ആ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുവേ. അപ്പോൾ ആ അരപ്പിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചെറുപയർ കൂടെ അതിനകത്ത് തട്ടി നന്നായിട്ട് ഇളക്കി കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇറക്കി അങ്ങ് വെക്കും. പിന്നെ കുറച്ച് ചമ്മന്തിയും കൂടെ അരയ്ക്കണം. അത് ഞാൻ പെട്ടെന്ന് അരച്ചിട്ടുണ്ടായിരുന്നേ. ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് നമ്മുടെ മുമ്പിട്ട വീഡിയോസിലൊക്കെ കിടപ്പുണ്ടേ. അപ്പം ഇഡ്ഡലി വെന്തിരിക്കും. അപ്പം ഞാൻ മോൾക്ക് വേണ്ടി 2 ഇഡ്ഡലി എടുത്ത് കൊടുത്തപ്പം അവൾക്ക് വേണ്ട, ഇഡ്ഡലി ആയതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ്. അപ്പം പിന്നെ എന്ത് കഴിച്ചിട്ട് പോകുമെന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്നാൽ എനിക്ക് ചോറ് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് ചോറും ചെറുപയറും ചമ്മന്തി എല്ലാം കൂടെ കൊടുത്തപ്പം അങ്ങനെ അവളതങ്ങ് കഴിച്ച്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ചില സമയത്ത് രാവിലെ ചോറ് കഴിക്കാറുണ്ട്. കറികളൊക്കെ നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ രാവിലെ കഴിച്ചിട്ട് പോകും. അപ്പം നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ഏട്ടന് ചോറ് റെഡിയാക്കി കൊടുത്തിട്ട് താണ്ടെ അവർ 2 പേരോട് ഇറങ്ങി. അപ്പം നമ്മുടെ അല്ലൂസ് ഏട്ടൻ്റെ കയ്യിൽ കയറിയിട്ടുണ്ട്. ഞാനും വരുന്നെന്നും പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞിട്ടും ഇറങ്ങുന്നില്ല. എനിക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് അവരുടെ കൂടെ പോകാൻ ഒരുങ്ങുക. അപ്പോൾ ബാഗ് ഏട്ടനാണ് എടുക്കുന്നത്. അവൾക്ക് ഇത്രയും എടുത്തുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഏതാണ്ട് ട്യൂഷന് പോകാനായിട്ട് പോവുക. അപ്പോൾ അല്ലു മനസ്സോടെ ടാറ്റ പറയും അവർക്ക്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വെളിയിലൊക്കെ നിന്നിട്ട് പിന്നെ ഇങ്ങ് അകത്ത് വന്നു. പിന്നെ 2-3 ദിവസത്തെ തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം കഴുകി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്. പിന്നെ ഇതിനിടയ്ക്ക് വീഡിയോസൊന്നും എടുത്തില്ല, കാരണം അല്ലൂസ് ഭയങ്കര ബഹളമാണ്. പിന്നെ ഇന്ന് നമുക്ക് കുറച്ച് തെരണ്ടി മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചാളയുണ്ട്. അപ്പോൾ അതിനി കറി വെക്കണം. അപ്പോൾ തെരണ്ടി ഇതിൻ്റെ തൊലി ഉരിഞ്ഞ് കളയണമല്ലോ. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി കൊണ്ടുവന്നപ്പോൾ കുറച്ചെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി സമയം പോയതുകൊണ്ട് അതുപോലെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച്. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കി
അതിൻ്റെ തൊലിയൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കണം. അപ്പോഴത്തേക്ക് അമ്മ തേങ്ങയൊക്കെ തിരുമ്മി ഇന്നത് വറുത്തരച്ച് കറി വെക്കാനാണ്. അപ്പോൾ തേങ്ങയിൽ കുറച്ച് കുരുമുളകും ഉലുവയും വെളുത്തുള്ളിയും നമ്മുടെ ചെറിയ ഉള്ളി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അവിടെ മൂപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ അതിൻ്റെ മീനെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കുവാണേ. നല്ല പാടാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ. അതുകൊണ്ട് ഞാനിത് കൊണ്ടുവരുമ്പോൾ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് കട്ടിയാക്കിയിട്ട് നമ്മൾ പിച്ചാത്തി കൊണ്ട് അതിൻ്റെ തൊലി ഇങ്ങനെ മാറ്റുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വന്നപ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പം തീ അങ്ങ് ഓഫ് ചെയ്ത്, അല്ലെങ്കിൽ ഇനി തേങ്ങ കരഞ്ഞു പോകുമല്ലോ. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് ഉലുവപ്പൊടി നമ്മൾ ചേർത്തില്ല, കാരണം ഇത് മൂപ്പിക്കുന്നതിന് മുന്നേ തന്നെ ഉലുവ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി. ഇനി ആ തേങ്ങയുടെ ചൂടിൽ ഇതവിടെ ഇരിക്കട്ടെ. മീനെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കറിയിലേക്ക് വേണ്ടിയുള്ള വടക്കം പുളിയും കുറച്ചെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ആ തേങ്ങയൊന്ന് തണുത്ത് വന്നപ്പം ഇനി അതിനെ നന്നായിട്ട് അരച്ചെടുക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് അല്ലൂസിന് ചായ വേണമെന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധമേ. അതിന് ചായ എപ്പോഴും കൂടി, പക്ഷേ അവർക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എപ്പോഴും കൊടുക്കാറില്ല. അപ്പോൾ ഞാൻ പാല് കാച്ചി കൊടുക്കാമെന്നും പറഞ്ഞ് ഇൻഡക്ഷൻ കുക്കറിലോട്ട് പാല് കാച്ചാനായിട്ട് വെച്ച്. അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പം അതൊന്ന് തണുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾ കുറച്ച് നേരം അവിടെ നിന്ന് കളിക്കുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി പെട്ടെന്ന് പാല് റെഡിയാക്കി അവൾക്കുള്ളതങ്ങ് കൊടുത്ത്. പിന്നെ ഈ പാല് തണുപ്പിച്ചപ്പോൾ അവിടെ എല്ലാം കുറച്ച് വീണിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം അങ്ങ് വൃത്തിയാക്കി, അല്ലെങ്കിൽ ഉറുമ്പ് പെട്ടെന്ന് അങ്ങ് കയറും അവിടെ എല്ലാം. അപ്പോൾ അതിന് മുമ്പേ അതെല്ലാം അങ്ങ് തുടച്ച് ക്ലീൻ ചെയ്ത് മാറ്റി, അല്ലെങ്കിൽ പിന്നെ അമ്മയുടെ കയ്യിൽ നിന്നുള്ള വഴക്കും കൂടെ കിട്ടും വൃത്തിയാക്കി ഇടാത്തതിന്. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് അങ്ങ് റെഡിയാക്കി ഇട്ടിട്ട് ഇനി നമുക്ക് കറി വെക്കാനായിട്ട് ചട്ടി ഗ്യാസിലോട്ടങ്ങ് വെച്ചു. ചട്ടി ചൂടായി വരുന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുകിട്ട്, കടുക് പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി. ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും ചേർത്ത് കുറച്ച് നേരം ആ ഒരു എണ്ണയിലും ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത്, പിന്നെ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് അടച്ച് വെച്ചങ്ങ് വേവിച്ച്. കറി നന്നായിട്ട് തിളച്ച് വരുന്നപ്പം അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ചെറിയ തീയിട്ട് കുറച്ച് നേരം ആ മീനൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചാളയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വെട്ടിയപ്പോൾ അത്ര ഫ്രഷായിട്ട് തോന്നുന്നില്ല. അപ്പം അതങ്ങ് മുളകിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. വറുത്താലും അത്ര രുചിയായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, നമ്മൾ കറിക്ക് വേണ്ട ഇതെല്ലാം കൂടെ എടുത്തിട്ട് മിക്സിയിലിട്ട് ഒന്ന് അരച്ചിട്ട് അതിലേക്ക് ഇതിന് വേണ്ടി പിഴിപുളിയാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് പിഴിപുളിയും കൂടി ഇട്ട് നന്നായിട്ട് കുറച്ച് വെള്ളത്തോടെ ചേർത്ത് നന്നായിട്ട് അരച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഈ ചാളയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഈ തിരണ്ടി മീനൊന്നും ഇവിടെ എപ്പോഴും മേടിക്കാറില്ലേ, എന്നുവെച്ചാൽ ക്ലീൻ ചെയ്യാനുള്ള ഒരു പാടുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ മേടിക്കാറുള്ളൂ. കറിയൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്കും ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തപ്പോൾ നമ്മൾ അന്ന് വെച്ചിരുന്ന മണി പ്ലാന്റിനകത്ത് 2-3 ഇലയൊക്കെ ഉണങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചേ. അടുക്കളയിൽ ഇതുപോലെ ചെടികളൊക്കെ വെക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇപ്പോൾ മിക്കവാറുള്ള വീടുകളിലെല്ലാം അങ്ങനെ വെക്കാറുണ്ടല്ലേ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ പണ്ട് കുറേ കുപ്പിയിലൊക്കെ പെയിൻ്റൊക്കെ ചെയ്ത് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്തൊക്കെ കുറേ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറിയപ്പോഴാണ് അതെല്ലാം കുറേയൊക്കെ പൊട്ടിപ്പോയി. പിന്നെ കുറേയൊക്കെ ഓരോരുത്തർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയേ, നമ്മൾ ഈ ചാനലിടുന്നതാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്ന് അതിനകത്തോട്ട് മീൻ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം തിരണ്ടിക്കറിക്കകത്ത് കുറച്ച് കുരുമുളകിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പം ഞാൻ അതുകൂടെ ചേർത്ത് കൊടുത്ത് അതങ്ങ് ഓഫ് ചെയ്ത് വെച്ച്. നല്ല അടിപൊളി കറിയാണേ. കറികളെല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ അടച്ച് വൃത്തിയാക്കി വെച്ചിട്ട് ഗ്യാസെല്ലാം തുടച്ച് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. ഇവിടെ അമ്മയ്ക്ക് കുറച്ച് വൃത്തി കൂടുതലായതുകൊണ്ട് ഗ്യാസൊക്കെ വൃത്തികേടാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചീത്തയേക്കും. അപ്പോൾ അതിന് മുന്നേ അതെല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കലത്തേക്കുള്ള ഊണിൻ്റെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഇവിടെ ഇരിക്കട്ടെ.
ഇനി നമുക്ക് അല്ലൂനെ ഒന്ന് കുളിപ്പിക്കണം, ദേഹമൊക്കെ ഒന്ന് കഴുകി ചോറൊക്കെ കൊടുക്കണം. ഇപ്പോൾ ഒരു 12 മണിയൊക്കെ ആവുന്നതേ ഉള്ളൂ. അപ്പോൾ കറിയൊക്കെ ഒന്ന് തണുത്താലല്ലേ അതിനൊരു ടേസ്റ്റ് ഉള്ളൂ. ചൂടോടെ കഴിക്കുമ്പോൾ അത്ര രുചി ഉണ്ടാവത്തില്ല. അപ്പോൾ ആ സമയം നമുക്ക് അല്ലൂനെ ഒന്ന് കുളിപ്പിച്ച് അവൾക്ക് ചോറൊക്കെ കൊടുത്ത് ഒന്ന് ഉറക്കിയിട്ട് വേണം ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാം. അല്ലെങ്കിൽ അവൾ അതെല്ലാം തട്ടിമറിക്കും. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മഴ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ കഴുകിയിട്ട കുറച്ച് തുണികൾ ഉണങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് അകത്ത് ഇട്ട് പിന്നെ ഉണങ്ങാനുള്ളതെല്ലാം പുറത്ത് ഷെഡിനകത്ത് കൊണ്ടിട്ട് അതെല്ലാം കഴിഞ്ഞ് ഇനി ചോറ് കഴിക്കാനായിട്ട് പോകുക. ഇപ്പോൾ തന്നെ ഒരു 1:30 കഴിഞ്ഞ്. ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് കുറച്ച് സ്പെഷ്യലാണ്. അപ്പം നമ്മുടെ കറിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ടായിരുന്നേ. പിന്നെ രാവിലെ മോൾക്ക് ചോറ് കൊണ്ടുപോകാൻ വെച്ചിരുന്ന ചെറുപയർ കുറച്ച് തോരൻ ഇരിപ്പുണ്ടായിരുന്നു. കൊഞ്ച് റോസ്റ്റ് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ മാങ്ങാച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി നല്ല അടിപൊളി ഊണായിരുന്നേ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എന്തൊക്കെയായിരുന്നു ഉച്ചയൂണെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.